ഹായ് ഹലോ എല്ലാവർക്കും ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് സ്റ്റാർ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും കാണാൻ പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 35 ബേസ് ചെയിനും എടുക്കാം. ഓക്കെ, 35 ബേസ് ചെയിൻ എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റത്തെ ചെയിന് വിട്ടിട്ട് രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ട് നൂല് വലിച്ചെടുത്തു. അപ്പോൾ നമുക്ക് 2 ലൂപ്പായി. പിന്നെ നെക്സ്റ്റ് ചെയിനിലൂടെ കടത്തി വിട്ട് വലിച്ചെടുക്കുന്നു, 3 ലൂപ്പായി. പിന്നെ നെക്സ്റ്റ് ചെയിനിലൂടെ 4, 5, 6, ടോട്ടല് 6 ലൂപ്പ് കിട്ടി. 1 2 3 4 5 6. ഈ 6 ലൂപ്പിലൂടെയും ഞാൻ കൊളുത്തി വലിച്ചെടുക്കണം. കൊളുത്തി വലിച്ചെടുത്ത് ചെയിൻ ഉണ്ടാക്കി. ഓക്കെ, ഫസ്റ്റത്തെ കംപ്ലീറ്റായി. ഇനി അതുപോലെ രണ്ടാമത്തത് ഇതിന് ഈ ലൂപ്പ് ഉണ്ടാക്കിയതിനുള്ളിലൂടെ പിന്നെയും ഒന്ന് കൊളുത്തി വലിച്ചെടുക്കുക. 2 ലൂപ്പ് കിട്ടി. പിന്നെ ഈ ലാസ്റ്റ് ഉണ്ടാക്കിയ ഇതിലൂടെ കൊളുത്തി വലിച്ചെടുക്കുക. 3ആയി. ഇനി നെക്സ്റ്റ് ചെയിൻ 4, നെക്സ്റ്റ് ചെയിൻ 5, നെക്സ്റ്റ് ചെയിൻ 6. 1 2 3 4 5 6. ഓക്കെ, 6 എണ്ണം കിട്ടി. ഈ 6 എണ്ണത്തിലൂടെ വീണ്ടും ഞാൻ കൊളുത്തി വലിച്ചെടുക്കണം. ഓക്കെ, പിന്നെയും ചെയിൻ ഉണ്ടാക്കുക. ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഉള്ളിലൂടെ കടത്തി വിട്ട് കൊളുത്തി വലിച്ചെടുത്ത് 2 ലൂപ്പ് കെട്ടി എന്താ ഈ ലാസ്റ്റ് അല്ല, ഈ കൂട്ടിച്ചേർത്തതിലെ ലാസ്റ്റ് ഉള്ളതിലൂടെ കടത്തി നൂല് കൊളുത്തി വലിച്ചെടുക്കുക. 3ആയി. ഇനി നെക്സ്റ്റ് ചെയിനിൽ നിന്നും വലിച്ചെടുക്കുക. 4ആയി. ഇനി പിന്നെ നെക്സ്റ്റ് ചെയിൻ 5, നെക്സ്റ്റ് ചെയിൻ 6. ഓക്കെ, 6 എണ്ണം കിട്ടി. ഈ 6 എണ്ണത്തിലൂടെയും നൂല് കൊളുത്തി വലിച്ചെടുക്കുക. പിന്നെയും ഒരു ചെയിൻ ഉണ്ടാക്കി ഇതിനെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ലാസ്റ്റ് ചെയിനിലൂടെ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ടാക്കുക. എന്നിട്ട് 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ആ കാണുന്ന ഹോളില്ലേ, ആ ഹോളിലൂടെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അത് തന്നെയാണ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത്. രണ്ടാമത്തെ റോയിൽ ഫുള്ള് ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. അതുപോലെ ഒരു ഹോള് നമുക്ക് സ്റ്റാർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം ഒരു ഹോള് കാണാം, എല്ലാ ഭാഗത്തും കാണാം. ആ എല്ലാ ഭാഗത്തെ ഹോളിലൂടെയും ഈ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം കൊടുത്താൽ മതി. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ അറിയാത്തവർ
ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് നീഡിലൊന്ന് ചുറ്റി അപ്പോൾ ആ ഹോളിലൂടെ യാന വലിച്ചെടുത്ത് കഴിഞ്ഞാൽ 3 ലൂപ്പ് കിട്ടും. ആ 3 ലൂപ്പിലൂടെയും പിന്നെയും യാന കൊളുത്തി വലിച്ചാൽ മതി. അങ്ങനെ 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ആ ഒരു റോയിൽ ഫുള്ളായിട്ട് കൊടുക്കുക. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തുമ്പോഴേക്ക് ലാസ്റ്റ് ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ 3 ചെയിൻ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. 3ാമത്തെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹാഫ് ഡബിൾ ക്രോഷേ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം 3 ചെയിൻ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തത് അതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. ഒരു ലൂപ്പ് കിട്ടി. 2ാമത്തെ ലൂപ്പ് എടുക്കാൻ 2ാമത്തെ ചെയിനിലൂടെ യാന കൊളുത്തി വലിച്ചെടുക്കുക. അപ്പോൾ 2 ലൂപ്പായി. നെക്സ്റ്റ് ചെയിനിലൂടെ പിന്നെയും യാന കൊളുത്തി വലിച്ചെടുക്കുക. 3 ലൂപ്പായി. നെക്സ്റ്റ് ചെയിനിൽ കൊളുത്തി വലിച്ചെടുക്കുക. 4 ലൂപ്പായി. പിന്നെ നെക്സ്റ്റ് ചെയിൻ. അപ്പോൾ 5 ലൂപ്പ് കിട്ടും. പിന്നെ നെക്സ്റ്റ് ചെയിൻ 6 ലൂപ്പ്. ഓക്കെ, ടോട്ടൽ 6 ലൂപ്പായി. അതിലെല്ലാത്തിലൂടെയും യാന കൊളുത്തി വലിച്ചെടുത്താൽ മതി. എന്നിട്ട് സേഫ് ആക്കുക. എന്നിട്ട് പിന്നെയും ലൂപ്പ് ഉണ്ടാക്കിയെടുക്കുക. 2ആയി. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത അതേ കാര്യമാണ് ഇനി ചെയ്യേണ്ടത്. അതേ പാറ്റേണിലാണ് ഈ ആദ്യത്തെ റൗണ്ടിൽ ചെയ്തതും 2ാമത്തെ റൗണ്ടിൽ ചെയ്തതായ കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്താൽ മതി. നമുക്ക് സ്റ്റാർ സ്റ്റിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ പാറ്റേൺ തന്നെ ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റ് ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ കൊടുക്കണം. എന്നിട്ട് എക്സ്ട്രാ 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2ാമത് ചെയ്ത അതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യേണ്ടത്. 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ഈ എല്ലാ ഹോള് കാണുന്നതിലൂടെയും കൊടുക്കണം. ഹാഫ് ഡബിൾ ക്രോഷേ ആണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ബാക്കിയുള്ള ഹോളുകളിലൂടെയും കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് 2 ഹാഫ് ഡബിൾ ക്രോഷേ കൂടി കൊടുത്തിട്ട് 3 ചെയിൻ ആഡ് ചെയ്യുക. ഇനി ഫസ്റ്റ് ചെയ്തിരിക്കുന്ന അതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.